എല്ലാവർക്കും മെയ് ഹിന്ദീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത്രയും ദിവസം നമ്മൾ ഹിന്ദി ഗാനങ്ങളിലൂടെ ഹിന്ദി പഠിക്കാം എന്നൊരു വീഡിയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ അതിനിടയിൽ രണ്ട് കമന്റ് ആയിട്ടൊരു വ്യൂവർ ചോദിച്ചിരുന്നു, വിഷസ് നമ്മൾ ഒരാളെ ഗ്രീറ്റ് ചെയ്യുന്നത്, ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, അതൊക്കെ എങ്ങനെ ചെയ്യാമെന്ന് അദ്ദേഹം 2 തവണ കമന്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഇതിനിടയിൽ നമുക്കൊന്ന് ഇട്ടിട്ട് അടുത്ത ദിവസം ഹിന്ദി പാട്ട് ഇടുന്നതാണ്. അപ്പൊ ഇതില് സംസാരിക്കുന്നതിനിടയിൽ വരുന്ന കുറച്ച് കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗ്രീറ്റിംഗ്സ് മാത്രമല്ല, അതിന്റെ കൂടെ ഇടയിലും ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമസ്കാരം, ഇതിനെ ഹിന്ദിയിൽ പറയുന്നത് നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ എന്നാണ്. അപ്പൊ ഒരാളെ ജസ്റ്റ് നമ്മൾ കാണുമ്പോൾ ഹലോ എന്ന് പറഞ്ഞ് വിഷ് ചെയ്യുന്നതിന് പകരം ഹിന്ദിയിൽ നമസ്തേ അല്ലെങ്കിൽ നമസ്കാർ എന്നാണ് പറയുന്നത്. ഇവിടെ മലയാളത്തിന്റെ ബ്രാക്കറ്റിൽ നമസ്കാരം എന്ന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല, നോർത്ത് ഇന്ത്യൻസ് നമ്മുടെ വീഡിയോ കണ്ട് ഹിന്ദിയിലൂടെ മലയാളം പഠിക്കുന്നുണ്ട്. അത് ചില കമന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, അതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത നോക്കാം. സുപ്രഭാത്, സുപ്രഭാത്, ഗുഡ് മോർണിംഗ്. പക്ഷെ നോർമലി നമ്മൾ ഗുഡ് മോർണിംഗ് തന്നെയാണ് പറയുന്നത്. കാരണം ഈ ഗുഡ് മോർണിംഗ്, ഗുഡ് ആഫ്റ്റർനൂൺ പോലുള്ള വാക്കുകൾ ഇംഗ്ലീഷ് നമുക്കിവിടെ കോമൺ ആയിരിക്കുന്നു അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സുപ്രഭാത് എന്നൊന്നും പറയാറില്ല. പക്ഷെ എന്തായാലും അത് പഠിച്ചു വെക്കാം. സുപ്രഭാത്, ഗുഡ് മോർണിംഗ്. അടുത്ത നോക്കാം. ശുഭ ദോപഹർ. ശുഭ ദോപഹർ എന്ന് പറഞ്ഞാൽ ഗുഡ് ആഫ്റ്റർനൂൺ. ശുഭ ദോപഹർ, ഗുഡ് ആഫ്റ്റർനൂൺ. ശുഭ സന്ധ്യ, ഗുഡ് ഈവനിങ്. ശുഭ സന്ധ്യ, ഗുഡ് ഈവനിങ്. അടുത്ത നോക്കാം. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. അടുത്തത് അൽവിദ. അൽവിദ മീൻസ് ഗുഡ് ബൈ. ഹിന്ദി പാട്ടില് കബി അൽവിദ നാ കഹന എന്ന് പറഞ്ഞ ലൈൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അൽവിദ മീൻസ് ഗുഡ് ബൈ. ഓക്കെ, കബി അൽവിദ നാ കഹന എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഗുഡ് ബൈ പറയരുത്. ഓക്കെ, അൽവിദ, ഗുഡ് ബൈ. അടുത്ത നോക്കാം. ജൽദി മിലെങ്കെ. ജൽദി മിലെങ്കെ. ജൽദി എന്ന് പറഞ്ഞാൽ സൂൺ, പെട്ടെന്ന്, ഉടനെ. മിലെങ്കെ മീൻസ് കാണാം, സീ യു. ജൽദി മിലെങ്കെ, സീ യു സൂൺ, ഉടനെ കാണാം. ജൽദി മിലെങ്കെ, സീ യു സൂൺ, ഉടനെ കാണാം. ഇതൊക്കെ നോർമൽ കോൺവെർസേഷന്റെ ഇടയിൽ നമ്മൾ പരസ്പരം കാണുമ്പോൾ പറയുന്നതുകൊണ്ടാണ് കേട്ടോ. ഇത് വിഷ് ചെയ്യുന്നതല്ല, അതിനിടയിൽ വരുന്നതുകൊണ്ട് അതും കൂടി ഒന്ന് ആഡ് ചെയ്തെന്നേ ഉള്ളൂ. അപ്പൊ അടുത്ത നോക്കാം. ബാദ്മേം മിലെങ്കെ. ബാദ്മേം മിലെങ്കെ. ബാദ്മേം എന്ന് പറഞ്ഞാൽ എന്താണ്? ലേറ്റർ അല്ലെങ്കിൽ ശേഷം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ ലേറ്റർ എന്നാണ്. മിലെങ്കെ മീൻസ് കാണാം. ബാദ്മേം മിലെങ്കെ, സീ യു ലേറ്റർ, പിന്നെ കാണാം. ബാദ്മേം മിലെങ്കെ, സീ യു ലേറ്റർ, പിന്നെ കാണാം. അടുത്തത് ഫിർ മിലെങ്കെ. ഫിർ മിലെങ്കെ എന്ന് പറഞ്ഞാൽ ഫിർ മീൻസ് അഗെയിൻ. ഓക്കെ, വീണ്ടും എന്നാണ് അർത്ഥം. മിലെങ്കെ കാണാം. ഫിർ മിലെങ്കെ, സീ യു അഗെയിൻ, വീണ്ടും കാണാം. ഫിർ മിലെങ്കെ, സീ യു അഗെയിൻ, വീണ്ടും കാണാം. അടുത്തത് വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ് ധന്യവാദ്. ധന്യവാദ് മീൻസ് താങ്ക് യു, നന്ദി. ധന്യവാദ്, താങ്ക് യു, നന്ദി. ഇനി ശുക്രിയ എന്നും നമുക്ക് പറയാവുന്നതാണ് കേട്ടോ. ധന്യവാദ്, താങ്ക് യു, നന്ദി. ഇനി നമുക്കൊരു ആശംസ നോക്കാം. ഹോളി ആശംസകൾ. ഹോളി ആശംസകൾ. അതിന് നമുക്ക് ഹിന്ദിയിൽ ആശംസകൾ എന്നുള്ളതിന് ബധായി ഹോ എന്നാണ് പറയുന്നത്. ബധായി ഹോ. ഇനി ഹോളിയുടെ ആശംസ ആയതുകൊണ്ട് ഹോളിക്ക് ബധായി ഹോ. ഹോളിക്ക് ബധായി ഹോ. ഹാപ്പി ഹോളി. ഹോളി ആശംസകൾ. ഹോളിക്ക് ബധായി ഹോ. ഹാപ്പി ഹോളി. അടുത്തത് പുതുവത്സരാശംസകൾ. പുതുവത്സരാശംസകൾ. അപ്പൊ പുതുവത്സരം എന്ന് പറഞ്ഞാൽ പുതിയ വർഷം, അതായത് ഹിന്ദിയിൽ നയേ സാൽ. പുതുവത്സരം, നയേ സാൽ, പുതിയ വർഷം. ഇനി പുതിയ വർഷത്തിന്റെ ആശംസകൾ. ആശംസകൾ ബധായി ഹോ. ബധായി ഹോ. അപ്പൊ പുതിയ വർഷത്തിന്റെ ആശംസകൾ എന്ന് എങ്ങനെ ഹിന്ദി പറയാം? നയേ സാൽ കി ബധായി ഹോ. നയേ സാൽ കി ബധായി ഹോ. ഹാപ്പി ന്യൂ ഇയർ. പുതുവത്സരാശംസകൾ. നയേ സാൽ കി ബധായി ഹോ. ഹാപ്പി ന്യൂ ഇയർ. അടുത്തത് ജന്മദിനാശംസകൾ. ജന്മദിനാശംസകൾ എന്ന് പറയുമ്പോൾ ജന്മദിനത്തിന് ഹിന്ദിയിൽ ജനംദിൻ എന്നാണ് പറയുന്നത്. ജനംദിൻ. ജന്മദിനം, ജനംദിൻ. ഇനി ആശംസകൾ എന്നുള്ളതിന് മുബാരക് ഹോ എന്നും പറയാം, ബധായി ഹോ എന്നും പറയാം. രണ്ടും കറക്റ്റ് ആണ്. അപ്പൊ ജന്മദിൻ മുബാരക് ഹോ. ജന്മദിനാശംസകൾ. ജന്മദിൻ മുബാരക് ഹോ. ഹാപ്പി ബർത്ത്ഡേ.
അപ്പൊ ഇവിടെ ജനംദിൻ മുബാറക് ഹോ എന്നും പറയാം, ജനംദിൻ കി ബധായി ഹോ എന്നും പറയാവുന്നതാണ്. ഇനി ബർത്ത്ഡേ തന്നെ മറ്റൊരു രീതിയിൽ എങ്ങനെ വിഷ് ചെയ്യാൻ നോക്കാം. ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്ന് ഹിന്ദിയിൽ എങ്ങനെ പറയാം? ജനംദിൻ കി ഹാർദിക് ശുഭകാമനായേം. ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ, ജനംദിൻ കി ഹാർദിക് ശുഭകാമനായേം, ജനംദിൻ കി ഹാർദിക് ശുഭകാമനായേം. ഹാർട്ട്ഫെൽറ്റ് ബർത്ത്ഡേ വിഷസ്. ഇനി ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുന്നതിനൊപ്പം വേറെ ചില വാക്യങ്ങൾ നമ്മൾ ആഡ് ചെയ്യാറുണ്ട് അല്ലെ? അതായത് താങ്കളുടെ ജീവിതം സന്തോഷത്താൽ നിറയട്ടെ, താങ്കളുടെ ജീവിതം സന്തോഷത്താൽ നിറയട്ടെ. അതെങ്ങനെ ഹിന്ദി പറയാം? താങ്കളുടെ ജീവിതം, ജീവിതം എന്നുള്ളതിന് ജീവൻ, ഓക്കെ, അല്ലെങ്കിൽ ജിന്ദഗി എന്നൊക്കെ പറയാം. താങ്കളുടെ ജീവിതം ആപ്കാ ജീവൻ സന്തോഷത്താൽ നിറയട്ടെ, നിറയട്ടെ എന്നുള്ളതിന് ഭരാഹോ, ഭരാഹോ. ഭർണ മീൻസ് നിറയുക, ഭരാഹോ നിറയട്ടെ. സന്തോഷത്താൽ എന്ന് പറയുമ്പോ ഖുഷിയോസേ, സന്തോഷം, ഖുഷി, സന്തോഷത്താൽ ഖുഷിയോസേ. താങ്കളുടെ ജീവിതം സന്തോഷത്താൽ നിറയട്ടെ. ആപ്കാ ജീവൻ ഖുഷിയോസേ ഭരാഹോ. മേ യുവർ ലൈഫ് ബി ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്. താങ്കളുടെ ജീവിതം സന്തോഷത്താൽ നിറയട്ടെ. ആപ്കാ ജീവൻ ഖുഷിയോസേ ഭരാഹോ. മേ യുവർ ലൈഫ് ബി ഫിൽഡ് വിത്ത് ഹാപ്പിനെസ്. അടുത്ത വാക്യം നോക്കാം. ഈശ്വരൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ. ഈശ്വരൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ. ഇനി ഈശ്വരൻ എന്നുള്ളതിന് ഭഗവാൻ, ഈശ്വരൻ, ഭഗവാൻ. നിങ്ങളുടെ അല്ലെങ്കിൽ താങ്കളുടെ എന്നുള്ളതിന് ആപ്കി, ഓക്കെ, അല്ലെങ്കിൽ തുമാരി എന്ന് പറയാം. ഇവിടെ ഇച്ചിരിയുടെ ബഹുമാനം കാണിക്കാനാണ് ആപ്കി എന്ന് പ്രയോഗിക്കുന്നത്. എല്ലാ ആഗ്രഹങ്ങളും, എല്ലാ, ഓക്കെ, എല്ലാ എന്ന് പറയുമ്പോൾ ഇവിടെ സാരി, എല്ലാ, സാരി. ആഗ്രഹങ്ങളും, മനസ്സിന്റെ ആഗ്രഹങ്ങൾ, അതിനെ മനോകാമനായേം എന്നാണ് പറയുന്നത്. ഇനി പൂർത്തീകരിക്കട്ടെ എന്നുള്ളതിന് പൂരീക്കരേ, പൂർത്തീകരിക്കട്ടെ, പൂരീക്കരേ. ഈശ്വരൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ. ഭഗവാൻ ആപ്കി സാരി മനോകാമനായേം പൂരീക്കരേ. ഭഗവാൻ ആപ്കി സാരി മനോകാമനായേം പൂരീക്കരേ. മേ ഗോഡ് ഫുൾഫിൽ ഓൾ യുവർ വിഷസ്. ഈശ്വരൻ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കട്ടെ. ഭഗവാൻ ആപ്കി സാരി മനോകാമനായേം പൂരീക്കരേ. മേ ഗോഡ് ഫുൾഫിൽ ഓൾ യുവർ വിഷസ്. ഇനി നമുക്ക് അടുത്ത വാക്യം നോക്കാം. വിവാഹ വാർഷിക ആശംസകൾ, വിവാഹ വാർഷിക ആശംസകൾ. വിവാഹം എന്നുള്ളതിന് ഹിന്ദിയിൽ ഷാദി എന്നാണ് പറയുന്നത്. വിവാഹം, ഷാദി, മാരേജ്. ഇനി വാർഷികം എന്ന് പറയുമ്പോൾ സാൽഗിര, ഓക്കെ. വിവാഹ വാർഷികം ഷാദി കി സാൽഗിര, വിവാഹ വാർഷികം ഷാദി കി സാൽഗിര. ഇനി ആശംസകൾ എന്നുള്ളതിന് ശുഭകാമനായേം, ഓക്കെ. വിവാഹ വാർഷിക ആശംസകൾ ഷാദി കി സാൽഗിര കി ശുഭകാമനായേം, ഷാദി കി സാൽഗിര കി ശുഭകാമനായേം. ഇനി നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ മുബാരക് ഹോ, ബധായി ഹോ, അതൊക്കെ ഇവിടെ പ്രയോഗിക്കാവുന്നതാണ്. അതായത് ഷാദി കി സാൽഗിര മുബാരക് ഹോ, അല്ലെങ്കിൽ ഷാദി കി സാൽഗിര കി ബധായി ഹോ എന്നൊക്കെ പറയാൻ സാധിക്കുന്നതാണ്. വിവാഹ വാർഷിക ആശംസകൾ ഷാദി കി സാൽഗിര കി ശുഭകാമനായേം, അല്ലെങ്കിൽ ഷാദി കി സാൽഗിര മുബാരക് ഹോ ഓർ ഷാദി കി സാൽഗിര കി ബധായി ഹോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ഇനി അടുത്ത നോക്കാം. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ കഴിയട്ടെ. അതായത് വിവാഹ വാർഷിക ആശംസ അറിയിക്കുന്ന രണ്ടു പേർക്കും കൂടിയാണ് അല്ലെ? അപ്പൊ രണ്ടുപേരെ കുറിച്ചും വിഷസ് അറിയിക്കുമ്പോൾ എങ്ങനെ പറയാം? നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ കഴിയട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്നുള്ളതിന് ആപ് ദോനോ, നിങ്ങൾ രണ്ടുപേരും ആപ് ദോനോ, ഓക്കെ. ഇനി എപ്പോഴും എന്നുള്ളതിന് ഹിന്ദി പറയുന്നത് സദാ അല്ലെങ്കിൽ ഹമേഷ പ്രയോഗിക്കാവുന്നതാണ്. സന്തോഷത്തോടെ കഴിയട്ടെ, ഖുഷ് രഹേ. സന്തോഷത്തോടെ കഴിയുക എന്നുള്ളതിന് ഖുഷ് രഹ്ന എന്നാണ് അർത്ഥം. ഇവിടെ ഖുഷ് രഹേ എന്ന് പറയുമ്പോൾ സന്തോഷത്തോടെ കഴിയട്ടെ. ഒന്നുകൂടി നോക്കാം. നിങ്ങൾ രണ്ടുപേരും എപ്പോഴും സന്തോഷത്തോടെ കഴിയട്ടെ. ആപ് ദോനോ സദാ ഖുഷ് രഹേ. മേ യു ബോത്ത് ഓൾവേസ് ബി ഹാപ്പി. ഇത് തന്നെ മറ്റൊരു തരത്തിൽ എങ്ങനെ വിഷ് ചെയ്യാൻ നോക്കാം. നിങ്ങൾ രണ്ടുപേരും ജീവിതകാലം മുഴുവനും ഒരുമിച്ച് കഴിയട്ടെ. നിങ്ങൾ രണ്ടുപേരും എന്നുള്ളതിന് ആപ് ദോനോ, ജീവിതകാലം മുഴുവനും എന്ന് പറയാൻ ജീവൻ ഭർ, ജീവിതകാലം മുഴുവനും ജീവൻ ഭർ
ഒരുമിച്ച് കഴിയട്ടെ. ഒരുമിച്ച് എന്നുള്ളതിന് സാത്ത്. ഒരുമിച്ച് കഴിയുക സാത്ത് രഹന. ഒരുമിച്ച് കഴിയട്ടെ സാത്ത് രഹേ. നിങ്ങൾ രണ്ടുപേരും ജീവിതകാലം മുഴുവനും ഒരുമിച്ച് കഴിയട്ടെ. ആപ് ദോനോം ജീവൻ ഭർ സാത്ത് രഹേ. May you both stay together forever. आप दोनों जीवन भर साथ रहे. May you both stay together forever. അടുത്ത വാക്യം നോക്കാം. പരീക്ഷയിൽ വിജയിച്ചതിന് അഭിനന്ദനങ്ങൾ. പരീക്ഷയിൽ വിജയിച്ചതിന് അഭിനന്ദനങ്ങൾ. ഓക്കെ, ഇനി പരീക്ഷ എന്നുള്ളതിന് പരീക്ഷ തന്നെയാണ് ഹിന്ദിയിൽ. പരീക്ഷയിൽ എന്ന് പറയുമ്പോൾ പരീക്ഷാമേം. വിജയിക്കുക എന്നുള്ളതിന് സഫൽ ഹോന. വിജയിക്കുക സഫൽ ഹോന. പരീക്ഷയിൽ വിജയിച്ചതിന് പരീക്ഷാമേം സഫൽ ഹോനെ പർ ബധായി. ഇനി ബധായി ഹോ എന്നും പറയാവുന്നതാണ് കേട്ടോ. പരീക്ഷയിൽ വിജയിച്ചതിന് അഭിനന്ദനങ്ങൾ. പരീക്ഷാമേ സഫൽ ഹോനെ പർ ബധായി ഹോ. കൺഗ്രാറ്റുലേഷൻസ് ഓൺ പാസിംഗ് ദ എക്സാം. ഒന്നുകൂടെ നോക്കാം. പരീക്ഷയിൽ വിജയിച്ചതിന് അഭിനന്ദനങ്ങൾ. പരീക്ഷാമേ സഫൽ ഹോനെ പർ ബധായി ഹോ. കൺഗ്രാറ്റുലേഷൻസ് ഓൺ പാസിംഗ് ദ എക്സാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ പൊതുവായിട്ട് പറയാറുള്ള ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ വിഷസ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അപ്പൊ അടുത്ത നമുക്കൊരു ഹിന്ദി പാട്ടിന്റെ വീഡിയോ ആണ്. അപ്പൊ അതുമായിട്ട് ഉടനെ നമുക്ക് കാണാം.